നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. CR7 ആശ്രയിച്ചല്ല പോർച്ചുഗീസ് ടീം നിൽക്കുന്നത്. പറയുന്നത് ജാവോ കൻസേലോയാണ്. നമുക്കറിയാം, അടുത്ത മത്സരം പോർച്ചുഗലും സ്വീഡനും തമ്മിലാണ് കളിക്കുന്നത്. ആ കളിക്കുള്ള സ്ക്വാഡിൽ നിന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ അടക്കം 8 പേരെ മാറ്റിയിട്ടുണ്ട്, അവരെ ഒഴിവാക്കിയിട്ടുണ്ട്. അതിനുശേഷം സ്ലൊവേനിയക്കെതിരെയുള്ള മത്സരത്തിൽ ക്രിസ്ത്യാനോ കളിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ. എന്തായാലും ജാവോ കൻസേലോ പറയുന്നത് ക്രിസ്ത്യാനോ വളരെ പ്രധാനപ്പെട്ടൊരു താരമാണ്, സംശയമില്ല. പക്ഷേ അദ്ദേഹത്തെ മാത്രം ആശ്രയിച്ചല്ല പോർച്ചുഗീസ് ടീം നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. ജാവോ കൻസേലോ പറയുന്നു, തീർച്ചയായിട്ടും ക്രിസ്ത്യാനോ വളരെ പ്രധാനപ്പെട്ട താരമാണ്. 15 വർഷക്കാലം അദ്ദേഹം മെസ്സിയുമായിട്ട് ബാലൻ ഡിയോറിനായിട്ട് പോരാടി നിന്നു. ബട്ട് ഒരു ഫുട്ബോളറുടെ പീക്ക് എന്ന് പറയുന്ന സമയം എപ്പോഴാണ്? കരിയറിലെ പീക്ക് എന്ന് പറയുന്നത് 25 വയസ്സ് മുതൽ 32 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. ഞങ്ങൾക്ക് ക്രിസ്ത്യാനോ ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ്. പക്ഷേ ദേശീയ ടീം ഒരിക്കലും അപൂർണമായിട്ടും അദ്ദേഹത്തെ ആശ്രയിച്ചല്ല നിൽക്കുന്നത് എന്നാണ് ഇപ്പോൾ ജാവോ കൻസേലോയുടെ വാക്കുകൾ. ഏതായാലും ഈ 39ാമത്തെ വയസ്സിലും പോർച്ചുഗീസ് ദേശീയ ടീമിൽ സുപ്രധാന ഭാഗമായിട്ട് തന്നെ ക്രിസ്ത്യാനോ നിലകൊള്ളുന്നു എന്നുള്ള യാഥാർത്ഥ്യം ആർക്കും തള്ളിക്കളയാൻ കഴിയില്ല. പോർച്ചുഗലിൻ്റെ അടുത്ത മത്സരം ഇതാ വരുന്ന വ്യാഴാഴ്ചയാണ്. നമുക്ക് പക്ഷേ ഇന്ത്യൻ സമയം പറയുമ്പോൾ വെള്ളിയാഴ്ച പുലർച്ചെ 1:15 സ്വീഡനെതിരെ കളിക്കുന്നു. അതിനുശേഷം 27-ാം തീയതി പുലർച്ചെ 1:15 പോർച്ചുഗൽ സ്ലൊവേനിയക്കെതിരെ കളിക്കുന്നു. സ്വീഡനെതിരെ ക്രിസ്ത്യാനോ കളിക്കില്ല, പക്ഷേ സ്ലൊവേനിയക്കെതിരെ അദ്ദേഹം ഉണ്ടാവുകയും ചെയ്യും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.